ഇടുക്കി മൂന്നാറിൽ വീണ്ടും ഓൺലൈൻ ടാക്സി തടഞ്ഞെന്ന് പരാതി. മൂന്നാറിലെ ടാക്സി ഡ്രൈവേഴ്സാണ് തടഞ്ഞത്. വിദേശ വനിതകളെ ഓൺലൈൻ ടാക്സിയിൽ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നിവർ പറഞ്ഞുവെന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് കട്ടപ്പനയിൽ. രാഹുൽ, നേരത്തെ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് വിവാദമായിരുന്നു. പോലീസിന്റെ ഒക്കെ ഇടപെടൽ ഉണ്ടായതാണ്. ഇപ്പോഴെന്താണ് സംഭവിച്ചത് രാഹുൽ? ഉന്മേഷ്, ഈ ജാൻവി, അതായത് മുംബൈ സ്വദേശി ജാൻവിക്ക് നേരിട്ട സമാനമായ അവസ്ഥ രണ്ടുപേർക്കും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. ഇസ്രായേലി വനിതകൾ താമസിച്ചിരുന്ന മൂന്നാർ കോട്ടേജ്, മൂന്നാറിലെ ജെ കോട്ടേജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത്. അവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്നതിന് വേണ്ടി ഓൺലൈൻ ടാക്സി, യൂബർ ടാക്സി ബുക്ക് ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആന്റണി പെരുമ്പള്ളി എന്ന ഡ്രൈവർ വാഹനവുമായി അവിടെ എത്തുന്നു. അവിടെ എത്തിയപ്പോഴേക്കും മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ സംഘടിച്ചെത്തുകയും വിദേശ വനിതകളെ വാഹനത്തിൽ കയറ്റാൻ കഴിയില്ല എന്നും ആ ഓൺലൈൻ ടാക്സി സർവീസ് ഇവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞു എന്നുമാണ് ആ പരാതി പറയുന്നത്. ഏകദേശം അരമണിക്കൂറോളം വാഹനം തടഞ്ഞിട്ടു. വിദേശ വനിതകളെ ഉൾപ്പെടെ തടഞ്ഞു നിർത്തി എന്നുള്ളതാണ് ഈ ടാക്സി ഡ്രൈവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നാലെ മൂന്നാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. മൂന്നാർ പോലീസ് എത്തിയതിനു ശേഷം ഈ വിദേശ വനിതകളെ ഓൺലൈൻ ടാക്സിയിൽ തന്നെ യാത്ര തുടരാൻ അനുവദിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. അതിന് പിന്നാലെ ഈ പോലീസുകാർ ഈ ടാക്സി ഡ്രൈവർമാരോട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അതായത് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരോട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു എന്നാണ് ആ ഓൺലൈൻ ടാക്സി ഡ്രൈവർ പറയുന്നത്. അതായത് ഈ ഓൺലൈൻ ടാക്സി, മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരും തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സർവീസുകൾ ആ പ്രശ്നം പരിഹരിക്കുന്നതുവരെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം പോലീസ് മുന്നോട്ട് വെച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരും ഓൺലൈൻ ടാക്സികളും തമ്മിലുള്ള പ്രശ്നം അത് തുടരുകയാണ്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.